കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ഹലോ, ഗുഡ് മോർണിംഗ്. കളിച്ചും ചിരിച്ചും വിശേഷങ്ങൾ പറഞ്ഞും റേഡിയോ പ്രിയോർ ജൈത്രയാത്ര തുടരുന്നു. ഇന്നത്തെ തകർപ്പൻ എപ്പിസോഡുമായി ഞങ്ങൾ എന്നെ റെഡിയാണ്. കേൾക്കാൻ നിങ്ങളും റെഡിയല്ലേ? കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമായതാണ് വേനൽ അവധിക്കാലം. പഠനഭാരം 2 മാസമെങ്കിലും ഇറക്കി വെക്കാനുള്ള സുവർണാവസരം. കൂട്ടുകാരോടൊത്ത് മനസ്സു തുറന്ന് കളിച്ചും ചിരിച്ചും സന്തോഷവും സൗഹൃദവും പങ്കിടുവാനാകുന്ന നാടിന്റെ പച്ചപ്പും കുളിർമയും ബന്ധുമിത്രാദികളുടെ സ്നേഹവായ്പം നുകരുവാനുതകുന്ന നല്ല കാലം. ആസ്വാദനത്തിന്റെ പൂർണ്ണതയിലെത്തുന്ന മധുരമാക്കണം ഈ അവധിക്കാലം. കാലം മാറുകയാണ്. അപ്പോൾ വേനൽ അവധിക്കാലത്തിന്റെ രീതികളും മാറിക്കൊണ്ടേയിരിക്കുന്നു. കുട്ടികൾക്ക് നല്ലൊരു അവധിക്കാലം സമ്മാനിക്കുക എന്നത് മാതാപിതാക്കളുടെ കടമ കൂടിയാണ്. പണ്ടുകാലത്ത് അവധിക്കാലത്ത് കുട്ടികളെ വീടുകളിൽ കാണുക പതിവില്ല. എന്നാൽ ഇന്ന് മിക്ക കുട്ടികളും വീടിനുള്ളിൽ തലകുനിച്ചിരിക്കുന്നത് കാണാം. അവരുടെ വിരൽത്തുമ്പിൽ മണിക്കൂറുകളോളം കമ്പ്യൂട്ടറുകളുടെയും മൊബൈൽ ഫോണുകളുടെയും വിവിധ തരം കളികളെത്തും. അങ്ങനെ അവർ അവരുടെ മായാലോകത്ത് ലയിച്ചിരിക്കും. അവധിക്കാലമാണ്. ബന്ധുവീടുകളും മറ്റും സന്ദർശിച്ച് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന സമയമാണ്. മാതാപിതാക്കൾ എത്ര നിർബന്ധിച്ചാലും ബന്ധുവീടുകളിൽ ചെല്ലാൻ ചില കുട്ടികൾ കൂട്ടാകാറില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്കിഷ്ടം തലകുനിച്ചിരിക്കുവാനാണ്. തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്ന കാഴ്ച. കൂട്ടുകാരെ, ഇങ്ങനെയായിരുന്നു നിങ്ങളുടെയും അവധിക്കാലം? വേനൽ അവധിയുടെ ആഘോഷ തിമിർപ്പിലാണ് നാം ഓരോരുത്തരും. അവധിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മ പറയാറുള്ള അമ്മയുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരാറ്. വേനലവധിയാവാൻ കാത്തിരിക്കുന്ന ഒരു ബാല്യമുണ്ടായിരുന്നു അത്രേ അവർക്ക്. പരീക്ഷക്കാലമൊക്കെ കഴിഞ്ഞ് സ്കൂളടച്ച് കഴിയുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണത്രേ. പ്രത്യേകിച്ച് അമ്മ ഒരു അമ്മക്കുട്ടിയായിരുന്നു. വീട്ടിൽ അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് ഓരോരോ വർത്തമാനം പറയുമ്പോൾ കിട്ടുന്ന സുഖം അത് മറ്റൊന്നിനും കിട്ടില്ല എന്നാണ് അമ്മ എന്നും പറയാറുള്ളത്. ഞങ്ങളുടെ തൊട്ടടുത്ത മഹാദേവ ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഗംഭീര ഉത്സവക്കാലമായാൽ കളികളൊന്നുമില്ല. അത് ഉത്സവം കഴിയുന്നതുവരെ മാറ്റിവെക്കും. അമ്മയുടെ വീട്ടിൽ പോയാൽ കുളത്തിൽ അയൽവക്കത്തുള്ളവരും ബന്ധുക്കളും ആയ കുട്ടികളും കൂടെ കുളിക്കലും ഊഞ്ഞാലാടലും സൈക്കിൾ ചവിട്ടലും പന്ത് കളിയും ഒക്കെ ആയങ്ങ് കൂടും. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയി വന്നാൽ പ്രഭാത ഭക്ഷണം, അത് കഴിഞ്ഞ് തൂത്തുവാരി തുടയ്ക്കൽ, പിന്നെ സ്വന്തം ഉടുപ്പ് മലക്കി വിരിക്കൽ, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് പലചരക്ക് കടയിൽ. അന്നത്തെ കാലത്ത് അതൊരു സൂപ്പർ മാർക്കറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. നീണ്ട ഒരു വഴി തന്നെ ആയിരുന്നു അതിനു മുമ്പിൽ. എല്ലാവരും പറ്റുകാർ, പറ്റുബുക്കും കാണും കയ്യിൽ. പോയി വന്നാൽ പിന്നെ ഫ്രീ ആട്ടോ. അടുക്കളയിൽ വലിയ ജോലി തരാറില്ല. വല്ല നാരങ്ങ വെള്ളം ഉണ്ടാക്കാനോ അരി കഴുകി വെക്കാനോ ഒക്കെ ആയിരുന്നു ഡ്യൂട്ടി തരാറുള്ളത്. ഇടയ്ക്ക് വൈക്കോൽ, അതായത് കച്ചി, അതെങ്ങാനും വന്നാൽ അത് എടുത്ത് തൊഴുത്തിൽ കൊണ്ടുവയ്ക്കാൻ സഹായിക്കും. ശരിക്കും അവധിക്കാലം വന്നാൽ വീട്ടിൽ മുതിർന്നവരെ സഹായിക്കൽ കൂടിയായിരുന്നു അന്നൊക്കെ. പിന്നെ നമ്മുടെ ദൂരദർശൻ തന്നെ ശരണം. അറിയാത്ത ഹിന്ദിയും മഹാഭാരതവും രാമായണവും ഹീമാനും ആന്തിനെ ഒന്ന് തിരിച്ചാൽ മാത്രം ലഭിക്കുന്ന DD4. അന്ന് കിട്ടുന്ന ആനന്ദം ഒന്ന് വേറെ ലെവൽ തന്നെയാണ്. എട്ടുകളത്തിൽ വട്ടിട്ട് ആമേ റൈറ്റ് എന്ന് പറയുന്ന കലഹവും
കള്ളനും പോലീസും കളിയും, സാറ്റ് കളിയും, കുട്ടിയും കോലും കളിയും, തീപ്പെട്ടിപ്പടം കൊണ്ടുള്ള കളിയും കഴിഞ്ഞ് തിടുക്കത്തിൽ ഒരു ഉച്ചയൂണ്. അതും അമ്മയെ തൃപ്തിപ്പെടുത്താൻ മാത്രം. ഊഞ്ഞാലാടുമ്പോൾ കാണുന്ന കാഴ്ചയിൽ മാമ്പഴവും കശുമാങ്ങയും പേരക്കയുമെല്ലാം പിന്നീട് വയറ് നിറയ്ക്കുന്നു. തള്ളിത്തേങ്ങ പൊട്ടിച്ച് അതിലെ കാമ്പെടുത്ത് കശുവണ്ടി, ആഞ്ഞിലക്കുരു, പുളിങ്കുരി വറുത്ത് തോട് കളഞ്ഞ് കഴിച്ചതും എല്ലാം ഒരു നല്ല കാലം. പിന്നെ കുറച്ച് ഉത്തരവാദിത്വം വരുന്നത് സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുൻപാണ്. പഴയ പുസ്തകത്തിൻ്റെ എഴുതാത്ത താളുകൾ തുന്നിച്ചേർത്ത് പുതിയ പുസ്തകം ഉണ്ടാക്കലും, ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും മറ്റും വീട്ടിൽ പോയി അവർ പഠിച്ചു കഴിഞ്ഞ പാഠപുസ്തകങ്ങൾ വാങ്ങിക്കലും, അങ്ങനെ തിരക്കിട്ട പ്രവർത്തനങ്ങൾ. ഒന്ന് തിരികെ പോകാൻ തോന്നുന്ന ആ ബാല്യകാലത്തെ പറ്റി പറയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം കുട്ടികളെ പോലെ ആയോ? അവരുടെ ബാല്യത്തിൽ അച്ഛൻ, അമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ, അമ്മായി, അമ്മാവൻ, ചെറിയമ്മ, ചെറിയച്ഛൻ, അങ്ങനെ എത്ര പേരുണ്ടായിരിക്കും. കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുന്നു. കാലം ഒരിക്കലും പിന്നോട്ട് സഞ്ചരിക്കാറില്ലല്ലോ. ഓർമ്മകൾ തേടിയുള്ള സഞ്ചാരം പിന്നിലേക്ക് പോകുമ്പോൾ മനസ്സിൻ്റെ ആഴങ്ങളിൽ സൂക്ഷിച്ച ആ നിധി എന്ന ഓർമ്മകൾ ഇന്നും അവർ തേച്ചു മിനുക്കുന്നു. കാരണം ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല എന്ന വിശ്വാസത്താൽ. മഞ്ഞുതീരം വഴിയരികെ നാളേറെയായി കാത്തുനിന്നു മിഴി നിറയെ നീ എങ്ങു പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ ഞാൻ വരാം. കുറച്ചു കാലം മുൻപ് വരെ അവധിക്കാലത്ത് വായന കുട്ടികളുടെ ശീലമായിരുന്നു. വായനശാലകൾ സജീവമായിരുന്നു. വായനയുടെ ലോകത്തിലേക്ക് പുതുതലമുറ കടന്നു ചെല്ലുന്നത് വളരെ വിരളമാണെന്നത് യാഥാർത്ഥ്യമാണ്. ഇക്കാലത്ത് ലൈബ്രറികളിൽ പുസ്തകങ്ങൾക്കായി എത്തുന്ന കുട്ടികളുടെ എണ്ണം കുറവ് തന്നെ. അവരുടെ അറിവുകൾ സെർച്ച് എഞ്ചിനുകളിലൂടെയും മറ്റും കിട്ടുന്നതിലൂടെ ഒതുങ്ങുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനിടയിൽ ചിലരെങ്കിലും വായനയെ ഗൗരവമായി എടുക്കുന്നു എന്നതും വളരെ നല്ല കാര്യമാണ്. ഒരുവൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാല്യകാലത്ത് അവൻ്റെ മനസ്സിൽ കയറിക്കൂടുന്ന അറിവും അനുഭവങ്ങളും. വേനലവധിക്കാലത്ത് വായിച്ച പി നരേന്ദ്ര പ്രസാദിൻ്റെ കുഞ്ഞിക്കൂനൻ എന്ന കഥയുടെ വായനാ അനുഭവം ഒന്ന് കേട്ടാലോ? കുട്ടികൾക്ക് പ്രിയങ്കരനായ പി നരേന്ദ്രനാഥിൻ്റെ കുഞ്ഞിക്കൂനൻ എന്ന കഥയെക്കുറിച്ച് പറയാം. 1000 വർഷം പഴക്കമുള്ള ഒരു കുഞ്ഞിക്കൂനൻ്റെ കഥ. മലകളും കാടുകളും പുഴകളും പുൽത്തകിടികളും ധാരാളമുള്ള മനോഹരമായ ഒരു നാട്ടിലാണ് അവൻ ജനിച്ചത്. ജനിച്ചപ്പോൾ തന്നെ പുറത്തൊരു കൂനുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല പോലെ നിവർന്നു നടക്കാൻ വയ്യ. മുതുക് അല്പം വളഞ്ഞിരിക്കുന്നു. കനമുള്ള ചാക്ക് പുറത്തേറ്റിയാലെന്ന പോലെ. എല്ലാവരും അവനെ വിളിച്ചു കുഞ്ഞിക്കൂനൻ. കുഞ്ഞിക്കൂനന്റെ അമ്മ അവനെ പ്രസവിച്ചതിൻ്റെ 4-ാം ദിവസം മരിച്ചു. അവൻ്റെ അച്ഛന് അവനെ കണ്ണുനേരെ കണ്ടുകൂടായിരുന്നു. കുഞ്ഞിക്കൂനൻ കാരണമാണെന്ന് പോലും അവൻ്റെ അമ്മ പെട്ടെന്ന് മരിച്ചത്. കരിമ്പുരാടമാണ് കുഞ്ഞിക്കൂനന്റെ ജന്മനക്ഷത്രം.
അപ്പോൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മരിച്ചേ പറ്റൂ എന്നാണത്രേ വിധി. കുഞ്ഞിക്കൂനന്റെ അച്ഛൻ പറഞ്ഞത് ഇതാണ്: സ്വന്തം അമ്മയുടെ കാലനാണിവൻ. ഈ ഭൂമിയിലേക്ക് വരാൻ വേറൊരു നാളും അവൻ കണ്ടില്ല. കരിമ്പുരാട് ദിവസേ അവൻ കണ്ടുള്ളൂ. അസത്ത്, എനിക്കവനെ കാണണ്ട. അശ്രീകരം. പാവം കുഞ്ഞിക്കൂനൻ. അവൻ വിചാരിച്ചാൽ കരമ്പുരാടത്തിൻ നാൾ ഭൂമിയിലേക്ക് വരാതിരിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ നാട്ടുകാർക്കെല്ലാം കുഞ്ഞിക്കൂനനെ വലിയ ഇഷ്ടമായിരുന്നു. അവരിലൊരു എഴുത്താശാൻ അവനെ എഴുതാനും വായിക്കാനുമെല്ലാം പഠിപ്പിച്ച് മിടുക്കനാക്കി. ഇങ്ങനെയിരിക്കെ അവൻ ഒരു വലിയ ആപത്തിൽ നിന്നും തങ്ങളുടെ ഗ്രാമത്തെ രക്ഷിച്ചു. അതിലൂടെ അവന് ആ നാട് ഭരിക്കുന്ന മന്ത്രിയാകാനുള്ള ഭാഗ്യവും സിദ്ധിച്ചു. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട കുഞ്ഞിക്കൂനന്റെ കഥ ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കുട്ടികളുടെ പ്രിയ എഴുത്തുകാരനായ പി. നരേന്ദ്രനാഥാണ്. കുഞ്ഞിക്കൂനന്റെ സംഭവബഹുലമായ കുട്ടിക്കാലം വർണ്ണിക്കുന്നതോടൊപ്പം ജെയിംസ് സെബാസ്റ്റ്യൻ വരച്ച ചിത്രങ്ങളും പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. കൂട്ടുകാരെ, നിങ്ങളും ഇതൊന്ന് വായിക്കണം കേട്ടോ. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. ആമക്കുറുമ്പനെന്ന നെഞ്ചത്തെ വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാ ചേലത്തും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെ പാടി മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം. കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂട്. ഉറങ്ങ ഉറങ്ങ പൊന്നേ തളരാതെ ഓമൽ ചിരയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. നീ നടന്നു പോകുമാ നീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെ ആരിനി. എവിടെ നിന്നതേതുമേ താനെ അങ്ങു നീക്കുവാൻ ചാലുതീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ. തൊട്ടുതലോടിക്കൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും. മൂടുന്നിരുട്ടകറ്റാൻ നീ എന്നും മുന്നിൽ തെളിഞ്ഞുണരും. നീ എന്നാവിത്തെടുത്ത് മണ്ണോരു കാടാക്കി മാറ്റിത്തരും. കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂട്. ഉറങ്ങ ഉറങ്ങ പൊന്നേ തളരാതെ ഓമൽ ചിരിയോടി കൊഞ്ചി കളിയാടി വളര് വളര്. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ജൈവവൈവിധ്യ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനുമായി അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനം എല്ലാ വർഷവും മെയ് 22-ന് ആഘോഷിക്കുന്നു. 2025-ലെ അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുന്നത് സെന്റ് ഫിലോമിനാസ് HHSലെ ബയോളജി അധ്യാപിക ബോബി ടീച്ചർ. നമസ്കാരം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനം ജൈവവൈവിധ്യമാണ്. മനുഷ്യൻ്റെ ക്ഷേമത്തിനും ആരോഗ്യത്തിനും അഭിവൃദ്ധിക്കും ജൈവവൈവിധ്യം അത്യന്താപേക്ഷിതമാണ്. ഭക്ഷണം, മരുന്ന്, ഊർജം, ശുദ്ധവായു, വെള്ളം, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, വിനോദം, സാംസ്കാരിക പ്രചോദനം എന്നിവയ്ക്കായി നാം ജൈവവൈവിധ്യത്തെ ആശ്രയിക്കുന്നു.
2025 അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും എന്നതാണ്. വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിച്ചും പാരിസ്ഥിതിക ആഘാതങ്ങൾ കുറച്ചും കൈവരിക്കുന്ന സുസ്ഥിരമായ വികസനത്തിലൂടെ വരും തലമുറയ്ക്ക് വേണ്ടി പ്രകൃതി വിഭവങ്ങൾ കരുതി വയ്ക്കാം. പാരിസ്ഥിതിക സൗഹാർദ്ദ കൃഷിരീതിയിലൂടെ മണ്ണിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തി മികച്ച വിളവ് ലഭ്യമാക്കുന്നതിനായി സുസ്ഥിരമായ കൃഷിക്ക് പ്രാധാന്യം നൽകാം. സുസ്ഥിരമായ ഒരു ജീവിതശൈലിയിലൂടെ ഭാവി തലമുറയ്ക്കായി ജലവും ഭൂമിയും വായുവും സംരക്ഷിക്കാം. സുസ്ഥിര വികസനം നാം പരിശീലിച്ചില്ലെങ്കിൽ മാലിന്യങ്ങൾ നിറഞ്ഞ മാലിന്യ കൂമ്പാരങ്ങൾ വർദ്ധിക്കുകയും അതുവഴി മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും വളരുവാൻ സ്ഥലമോ ഭൂമിയോ ഇല്ലാതാവുകയും ചെയ്യും. ആയതിനാൽ പ്രകൃതിയുമായി ഐക്യപ്പെട്ടുകൊണ്ട് സുസ്ഥിര വികസനത്തിൽ നമുക്ക് പങ്കുചേരാം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമ സഖിത നദര കാന്തിയോ ഓമലേ പറയൂ നീ വെണ്ണി നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമ സഖിത നദര കാന്തിയോ ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു ഹൃദയ മൃദുല തന്ത്രേന്തി ദേവാമൃതം വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുമ സഖിത നദര കാന്തിയോ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. നമസ്കാരം. ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് 10 ന്യൂസ് ഡെസ്കിൽ നിന്നും ആദിത്യ. വേനൽ അവധിക്ക് ശേഷം ജൂൺ 2 സ്കൂളുകൾ തുറക്കും. പുതിയ അധ്യയന വർഷത്തിലേക്ക് കുട്ടികളെ സ്വീകരിക്കുന്നതിനായി സ്കൂളും പരിസരവും സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്കൂൾ PTA-യുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് പ്രവേശനോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം പൂർത്തിയായി. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. അണിയറയിൽ അഭിമാനപൂർവ്വം ദാവീദ് പോൾ, ഗൗരി ശങ്കർ, ആൻ മരിയ റസാലിയ, ഏഞ്ചൽ സന്തോഷ്, അനഘ എസ് നായർ, അദീന ജസ്റ്റിൻ, ആദിത്യ നാണപ്പൻ. We 10 students signing off. റേഡിയോ പ്രിയോർ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങൾ
ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, കളകള ഒഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൽ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം.